അപ്പൊ നമ്മുടെ ചോദ്യം ഒരു സമചതുരം. സമചതുരത്തിന്റെ ഒരു വശം എ ആയിട്ട് വിചാരിക്കാം. ചോദ്യം ഇതാണ്, എ എന്നുള്ള വശം 3 മടങ്ങായിട്ട് മാറുകയാണ്. അതായത് 3a ആയിട്ട് മാറുകയാണെങ്കിൽ അതിന്റെ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവ് ഉണ്ടാകും? അപ്പൊ എ ആണ് അതിന്റെ വശമെങ്കിൽ അതിന്റെ വിസ്തീർണം എന്താണ്? എ സ്ക്വയർ. ഇതാണ് അതിന്റെ വിസ്തീർണത്തിന്റെ ഇക്വേഷൻ. അപ്പൊ ഇതൊന്നാമത്തെ വിസ്തീർണം. പിന്നെ അതിന്റെ വശം എത്രയായിട്ട് മാറും? 3 മടങ്ങായിട്ട് മാറും. 3 മടങ്ങായിട്ട് മാറുന്ന സമയത്ത് അതിന്റെ വിസ്തീർണം എത്രയാവും? എയുടെ സ്ഥാനത്ത് 3a കൊടുക്കുക. എന്നിട്ട് അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 3ന്റെ സ്ക്വയർ 9, എയുടെ സ്ക്വയർ എ സ്ക്വയർ. അപ്പൊ ഇതാണ് പുതിയ വിസ്തീർണം, 9a സ്ക്വയർ. ആദ്യത്തേത് എ സ്ക്വയർ ആണ്. 3 മടങ്ങ് വർദ്ധിച്ചപ്പോൾ അതിന്റെ വിസ്തീർണം എത്രയായിട്ട് മാറി? 9a സ്ക്വയർ ആയിട്ട് മാറി. ചോദ്യം എത്ര ശതമാനം വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തേത് നമുക്കൊരു 100% എടുത്താൽ 9 മടങ്ങ് വർദ്ധിച്ചാൽ ഇത് എത്ര ശതമാനമാണ്? 900%. 100ന്റെ 9 മടങ്ങ് 900%. അപ്പോൾ 100%ത്തിൽ നിന്ന് 900%ത്തിലേക്കുള്ള വർധനവാണ് ചോദിച്ചത്. അപ്പോൾ എത്ര വർദ്ധിച്ചു? 800% വർദ്ധിച്ചു. ഇനി എത്ര മടങ്ങായി മാറി എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം 900%.